ജൈവകൃഷി ജില്ലയിലാകെ പ്രചരിപ്പിക്കുമ്പോൾ കെഎസ്ഇബി ഓഫീസും ജൈവജീവനത്തിന് തയ്യാറായത് പ്രശംസനീയം. കളമശ്ശേരി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലാണ് പുഷ്പഫല മത്സ്യകൃഷിക്ക് പുറമെ ലവ് ബേഡ്സും ഉള്ളത്. മറ്റ് കെഎസ്ഇബി ഓഫീസിൽ നിന്നും ഈ ഓഫീസിനെ വേറിട്ട് നിർത്തുന്നു. വൈദ്യുതി ബില്ലടയ്ക്കാൻ പോകാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ സുഖമായി പാട്ടും കേട്ട് പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് അലങ്കാര മത്സ്യങ്ങളെയും കണ്ട് മനസ്സംതൃപ്തിയോടെ വൈദ്യുതി ബിൽ അടച്ചു മടങ്ങാനുള്ള ഭാഗ്യം കളമശ്ശേരി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ഗേറ്റ് കടന്നു വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന ഈ ബോർഡാണ്. ഇരുവശത്തും പൂന്തോട്ടം തീർത്ത് ഒരു മലർവാടിയാക്കി മാറ്റിയിരിക്കുന്ന സെക്ഷൻ ഓഫീസ് ആരെയും ആശ്ചര്യപ്പെടുത്തും. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവിടത്തെ വിശേഷങ്ങൾ. ബില്ലടയ്ക്കാൻ വരുന്നവരെ ബോറടിപ്പിക്കാതിരിക്കാൻ സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുപെട്ടിയും കൺകുളിർക്കെ ആസ്വദിക്കാൻ വേണ്ടി തീർത്തിരിക്കുന്ന ലവ് ബേഡ്സുകളും അലങ്കാര മത്സ്യങ്ങളുമെല്ലാം ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. സംസ്ഥാനം ഒരു ജൈവകൃഷി വിപ്ലവത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഒട്ടും മടിക്കാതെ അതിനു പിന്തുണയുമായി ഈ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരും ചേർന്നു. വെണ്ടയും പാവലും മുളകും പപ്പായയും വാഴയുമെല്ലാം ഇവിടെ സമൃദ്ധമായി വളരുന്നുണ്ട്. വിഷമയമായ പച്ചക്കറി കഴിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കാനാണ് കൃഷി തുടങ്ങിയതെന്ന് സബ് എഞ്ചിനീയറായ സജിത് കുമാർ പറഞ്ഞു. കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ കാണുന്ന പച്ചക്കറിത്തോട്ടം. ഇത് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷമയമായ സാധനങ്ങൾ നമ്മൾ കഴിക്കുകയും അതിൻ്റെ ഭാഗമായി നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ആണ് നമ്മളിതിൻ്റെ അകത്ത് തരിശായി കിടന്ന ഭൂമി, കാട് പിടിച്ചിടുന്ന ഭൂമിയാണ്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റാഫ് അംഗങ്ങളെല്ലാവരും കൂടി കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന പച്ചക്കറി പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒഴിവു സമയങ്ങളും അവധി ദിവസങ്ങളും ജീവനക്കാർ കൂട്ടായി നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു വലിയ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ ഇവർക്ക് സാധിച്ചത്. ഇതിവിടെ തുടങ്ങാനുള്ള കാര്യം നേരത്തെ സബ് സാറും സഹിച്ചാറും ചിന്തിച്ചു കഴിഞ്ഞു. എങ്കിലും ഞങ്ങളിവിടെ ഒന്നുകൂടി മൊത്തം കാട് പിടിച്ചെടുക്കുന്നത് പ്രദേശമാണ്. ട്യൂബിലേക്ക് വന്നിട്ടെല്ലാം ഇതൊന്നും നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ജെസ്സി പോകുന്നത് അവർക്ക് പറഞ്ഞു പച്ചക്കറി ജൈവ രീതിയിലുള്ള പച്ചക്കറി നടാൻ എനിക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിതെല്ലാം ചെയ്തു. കൂട്ടായ പ്രയത്നം കൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. ജൈവ പച്ചക്കറിക്ക് പുറമെ മത്സ്യകൃഷിയും ഇവിടെ നടത്തുന്നുണ്ട്. ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കിലാണ് ഇവർ മത്സ്യകൃഷി നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പൂങ്കാവനത്തിൽ വന്ന പ്രതീതിയാണ് കളമശ്ശേരി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തുന്നവർക്ക് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് DNMTN.